الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا قولوا قولا سديدا يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار، ومن فقد فاز فوزا عظيما. قال تعالى في قرآنه الكريم: وما أرسلناك إلا رحمة للعالمين. ബഹുമാന്യ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സുന്നത്തുകൾ യഥാവിധി പിൻപറ്റി തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മരിച്ചു പോകുന്നവരിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആരായിരുന്നു പ്രവാചകൻ എന്നതും കൂടി ഈ ആഴ്ചയിലെ വിഷയമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ അനുധാവനം ചെയ്യണമെന്ന ചില വശങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നൂറ്റാണ്ടുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഭീകരവാദിയാണ് എന്ന ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ. കഴിഞ്ഞ ആഴ്ചയും ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ആളുകളിൽപ്പെട്ട ചിലർ, രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന ആളുകൾ IS-നെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ആ നിലക്ക് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നബിയെയും മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ പോലും അത്തരം ആവശ്യമില്ലാത്ത ഏതോ ചില വ്യക്തികൾ ഏതോ കാലഘട്ടത്തിൽ നടത്തിപ്പോയ ചില തീവ്രവാദ പ്രവർത്തനങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് അതിനേക്കാൾ ഗുരുതരമായ തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മുസ്ലിങ്ങളെയും നബിയെയും ഇസ്ലാമിനെയും കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാട് നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് ആരായിരുന്നു പ്രവാചകൻ എന്ന് പഠിക്കാൻ ഒരു പ്രയാസവുമില്ല. സെയ്ദ് റളിയല്ലാഹു അൻഹു
നബിയുടെ മകനെപ്പോലെ കഴിഞ്ഞുകൂടിയ, വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞുകൂടിയ കാലഘട്ടം. അപ്പോഴാണ് പിതാവ് തന്നെ അന്വേഷിച്ചുകൊണ്ട് നബിയുടെ അടുക്കൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നബിയുടെ അടുക്കൽ എത്തുന്നത്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പോകാൻ കൂട്ടാക്കിയില്ല. നീ കുടുംബത്തെക്കാൾ അപരിചിതരായ ആളുകളെയും സ്വാതന്ത്ര്യത്തെക്കാൾ അടിമത്വത്തെയുമാണോ നീ ഇഷ്ടപ്പെടുന്നത് എന്ന മകനോടുള്ള ചോദ്യത്തിന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മുഹമ്മദിനെ പോലെ ഇത്ര നല്ല ഒരു സ്വഭാവ മഹിമയുള്ള ഒരു വ്യക്തിത്വത്തെ വിട്ട് ഞാൻ ഒരിക്കലും എവിടെ നിന്ന് തിരിച്ചു പോരുകയില്ല എന്നായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു നബിയുടെ പരിചാരകനായി വർഷങ്ങൾ ലഖദ് ഖദിംതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീന, 10 വർഷം ഞാൻ നബിക്ക് സേവനം ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ലിമ ഫഅൽത കദാ വലിമ ലം തഫഅൽ കദാ, അനസേ നീ എന്തുകൊണ്ടിങ്ങനെ ചെയ്തില്ല, എന്തുകൊണ്ടാണ് നീ ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം ഈ 10 വർഷത്തിന്റെ ഇടയിൽ പ്രവാചകന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എങ്ങനെ വിലയിരുത്തണം നമ്മൾ? ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അംഗീകരിച്ചിട്ടില്ലേ? മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട് മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൂരിരുട്ടിൽ രാത്രി ആരും കാണാതെ അബസീനിയയിലെത്തിയ ആളുകൾ, അവിടുത്തെ ഹെറാക്ലിസ് ചക്രവർത്തിയുടെ പ്രൗഢഗംഭീരമായ കൊട്ടാരം, ആ കൊട്ടാരത്തിലേക്ക് ഇസ്ലാമിന്റെ കഠിന ശത്രുവായ അബൂ സുഫിയാനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള കുറച്ചാളുകൾ മുഹമ്മദ് എന്നവൻ ആളുടെ മതം സ്വീകരിച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ അവരെ സംരക്ഷിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. മുഹമ്മദിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന്. ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന അവിടെ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഹെറാക്ലീസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തിയ അബൂ സുഫിയാൻ, ആ അബൂ സുഫിയാനെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ അബൂ സുഫിയാന്റെ മറുപടി, മുഹമ്മദ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, കരാർ ലംഘനം നടത്തിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് മോശപ്പെട്ടതായിട്ടൊന്നും പറയാൻ അബൂ സുഫിയാന് സാധിച്ചില്ല. ഹെറാക്ലീസ് ചക്രവർത്തി നജാശി ആ അവസരത്തിൽ പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിന്റെ മുഹമ്മദിന്റെ അടുത്തെത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദം കഴുകി കൊടുക്കുമായിരുന്നുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പല വിധത്തിലുള്ള ചാരന്മാരെയും ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കളായ ചക്രവർത്തിമാർ ആളെ അയച്ചിട്ടുണ്ട്. അവർ തിരിച്ചു ചെന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? മുഹമ്മദിന് അയാൾ ഉപയോഗിക്കുന്ന അംഗസ്നാനം നടത്തുന്ന ഉളുവെടുക്കുന്ന വെള്ളം, അതിന്റെ ബാക്കി വെള്ളത്തിന് അവരുടെ അനുയായികൾക്കിടയിൽ മത്സരമാണ്. അതിന്റെ ബാക്കി എനിക്ക് കിട്ടണമെന്ന നിലയിൽ അവരതിന് മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകനോടുള്ള നബിയോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ വശം ആ ശത്രുക്കളായ ആളുകൾ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ നോക്ക്, ഇതേപോലെ തന്നെ ഉർവ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. വല്ലാഹി ലഖദ് വഫത്തു അലാ മുലൂക്, ഒരുപാട് രാജാക്കന്മാരുടെ അടുക്കലേക്ക് സംഘങ്ങളായി പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. വഫത്തു അലാ കിസ്റ വഖൈസർ വനജാശി, നേരത്തെ പറഞ്ഞ ഹെറാക്ലിസ് ചക്രവർത്തിയുടെയും കൈസർ കിസ്റ ചക്രവർത്തിമാരുടെയും അടുക്കലേക്ക് ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി മാ റഅയ്തു മലിക്കൻ യുഅല്ലിമുഹു അസ്ഹാബ്, ഞാൻ അല്ലാഹുവാൻ സത്യം, ഞാൻ കണ്ടിട്ടില്ല ചക്രവർത്തിമാരെ ബഹുമാനിക്കുന്ന ആളുകൾ മുഹമ്മദ് നബിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ആദരിക്കപ്പെടുന്ന ഒരു ചക്രവർത്തിയെയും
ഞാൻ കണ്ടിട്ടില്ല എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എഴുതിയവരല്ല, എഴുതി വലിയ സ്ഥാനമുണ്ടാക്കലല്ല, മദ്ഹ് പാടി റോഡ് ഷോ നടത്തലല്ല, പ്രസംഗിച്ചവരല്ല, മുദ്രാവാക്യം വിളിക്കലല്ല, മൃഷ്ടാന്ന ഭോജനം നടത്തിയിട്ടല്ല സ്നേഹം. അതേപോലെ എങ്ങനെയായിരുന്നു സ്നേഹം എന്ന് പരിശോധിച്ചാൽ ജീവിതം കൊണ്ടായിരുന്നു ആ സഹാബത്ത് പ്രകടമാക്കിയിരുന്നത് എന്ന് നമുക്ക് കാണാം. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷം മദീനയിൽ വെച്ച് നബി അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്തുന്നതിന്റെ മുമ്പായി വളരെ കൃത്യമായും അതിന്റെ ശേഷവും പ്രസ്താവിച്ച പ്രസ്താവനയുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാനും എന്റെ ഗോത്രക്കാരും അങ്ങ് കൽപ്പിക്കുന്നത് ഒരാർത്തിരമ്പുന്ന സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടാനാണ് കൽപ്പിക്കുന്നതെങ്കിൽ, അതല്ല തീജ്വാലകൾ കത്തിജ്വലിക്കുന്ന ആ തീജ്വാലയിലേക്കാണ് അങ്ങ് ചാടണമെന്ന് കൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ആ ഒരു മാനസികാവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതിന് മാത്രം അവർ ആ നിലക്ക് നബിയെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉഹദ് രണാങ്കണത്തിലേക്ക് നമ്മളെ കണ്ണോടിച്ചു നോക്കിയാൽ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വിജയിച്ചുവെങ്കിലും പിന്നീട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് ആ ഉഹദ് രണാങ്കണത്തിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കാരണക്കാരനായി കുതിരപ്പട്ടാളത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു രംഗം നമുക്കറിയാമല്ലോ. മുസ്ലിംകൾ ചിതറിപ്പോയി. അങ്ങനെ ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളാൽ വളയപ്പെടുന്നു. അപ്പോഴാണ് അവിടെ മനുഷ്യ കവചം തീർത്തുകൊണ്ട് ഒരുപാട് സഹാബത്ത് നബിക്ക് നേരെ വരുന്ന മുഴുവൻ അമ്പുകളെയും മുഴുവൻ വാളുകളുടെ വെട്ടുകളെയും തടുക്കാൻ അവരുടെ ശരീരം വെച്ചു കൊടുക്കുന്നത്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ, അങ്ങ് ഒരു കാരണവശാലും ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോകരുത്. ഞങ്ങൾ അങ്ങക്ക് പരിചയമായി നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ മരിച്ചു വീഴുന്നത് വരെ അങ്ങയെ സംരക്ഷിക്കാം പ്രവാചകരെ. ഇനി തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഒരുപാട് അമ്പുകൾ കയറി വരുന്നു. അതിമൂർച്ചയുള്ള വാളുകൾ കൊണ്ടുള്ള വെട്ടേൽക്കപ്പെടുന്നു. അവസാനം അദ്ദേഹം ബോധരഹിതനാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവൽ നിൽക്കുകയും നബിക്ക് നേരെ വരുന്ന സകല ശരങ്ങളെയും സകല വെട്ടുകളെയും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ കാണാം 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് എന്ന്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ സ്വശരീരം കൊണ്ട് സംരക്ഷണം ഏർപ്പെടുത്തിയ കൂട്ടത്തിലായിരുന്നു. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? മൻ അറാദ അൻ യൻദുറ ശഹീദൻ യംശി അലാ റിജ്ലൈഹി, രണ്ട് കാലുകളിൽ നടക്കുന്ന ഒരു ഷഹീദിനെ ആരെങ്കിലും കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൻദുർ ഇലാ തൽഹത്ത് ബിൻ ഉബൈദില്ലാ, തൽഹയെ അയാൾ നോക്കിക്കൊള്ളട്ടെ എന്നാണ്. ഇതിന്റെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ നിന്നും കവിൾ തടത്തിൽ നിന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാം. ഒരു ആണി തുളഞ്ഞു കയറിയ സംഭവം. അത് ഇദ്ദേഹം അബൂ തൽഹ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ ആണി തന്റെ പല്ലുകൾ കൊണ്ട് നബിയുടെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് കടിച്ചു വലിക്കുകയാണ്. പല ശ്രമങ്ങൾ നടത്തിയിട്ടും പല്ല് ഇളകുക എന്നതല്ലാതെ ആ ആണി പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അവസാന ഘട്ടത്തിൽ അദ്ദേഹം ആണി കടിച്ചു പറിച്ചെടുത്തപ്പോൾ തന്റെ പല്ല് നഷ്ടപ്പെടുകയും ആണി നിലത്തേക്ക് വീഴുകയും ചെയ്യുന്ന രംഗമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മുൻപല്ല് നഷ്ടപ്പെട്ടതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ ഈ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പലരും ചോദിച്ചിരുന്നു, എന്താണ് അങ്ങക്ക് പല്ല് എവിടെ പോയി എന്ന്? അത് എന്റെ അള്ളാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിച്ചത് കൊണ്ടാണ് എന്ന് അദ്ദേഹം കൃത്യമായും വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഒരു സ്ത്രീ നബിയെ അന്വേഷിച്ച ഒരു സഹാബി വനിത ഉഹദിന് ശേഷം നബിയെ അന്വേഷിച്ച് പുറപ്പെട്ട രംഗം. അവരുടെ പിതാവും
അവരുടെ ഭർത്താവും അവരുടെ സഹോദരനും ആ ഉഹദ് രണാങ്കണത്തിൽ യുദ്ധക്കണത്തിൽ ഷഹീദായി എന്ന് കേൾക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാതെ എന്റെ പ്രവാചകന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ച് ആ നബി ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേട്ടപ്പോൾ അത് മാത്രം മതി, അതിന്റെ ശേഷം എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ചരിത്രം നമുക്കറിയാം. ഒരു നിമിഷം നമ്മൾ ആലോചിക്ക്, നമ്മൾ പുറത്തെവിടെയോ ആണ്, ഒരു ആക്സിഡന്റ് വിഷയം നമ്മളുടെ മകളെ സംബന്ധിച്ചോ, നമ്മൾ യാത്ര അയച്ച ടൂറിന് പോയ മക്കളെ സംബന്ധിച്ചോ ഒരു വിഷയം നമ്മൾ കേട്ടു. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഭാര്യ അതിലുണ്ട്, മൂത്ത മകനും അവന്റെ മക്കളുമുണ്ട്, നമ്മൾ ജോലി സ്ഥലത്തായിരുന്നു. ആ വാർത്ത ഭാര്യ മരണപ്പെട്ടു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ മക്കളിൽ ഇന്നാള് മരണപ്പെട്ടു എന്ന് കേട്ടാൽ ആ സെക്കൻഡിൽ നമ്മൾ ബോധരഹിതരാവുകയില്ലേ? നമ്മളുടെ സമനില തെറ്റിപ്പോവുകയില്ലേ? നമ്മൾ മാനസികമായി തകർന്ന് തരിപ്പണമാവുകയില്ലേ? ഈ സഹാബി വനിതയുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതായിരുന്നു അവരുടെ സ്നേഹം, അതായിരുന്നു അവരുടെ സ്നേഹം. ഇതുപോലെ ഞാൻ സൂചിപ്പിക്കുന്നത്, മനുഷ്യ ചരിത്രത്തിൽ ഇത്രയേറെ സ്നേഹിക്കപ്പെട്ട, ഇത്രയേറെ ആദരിക്കപ്പെട്ട, എന്നാൽ ഒരിക്കൽ പോലും ആരാധിക്കപ്പെടാത്ത ഒരു സവിശേഷത നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തോടുള്ള സഹാബത്തിന്റെ ജീവിതത്തിലെയും മറ്റുമൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് ബാധ്യത എന്ന് ചോദിച്ചാൽ അദ്ദേഹം കൊണ്ടുവന്നത് പിൻപറ്റുക എന്നതാണ്. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. കേട്ട ഹദീസാണ്. ഈസാ നബിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യത്തിലാ? എല്ലാ കാര്യങ്ങളിലും. വിശ്വാസ കാര്യമാണോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. സത്യനിഷേധികളോട് കുഫറിന്റെ വിഷയത്തിൽ, വിശ്വാസ കാര്യങ്ങളിൽ കൃത്യമായും കാഠിന്യത പുലർത്തിയിരുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഇബാദത്തിന്റെ വിഷയത്തിൽ തയ്യാറായിട്ടില്ല. ഏത് വിഷയം നമുക്ക് എടുത്തു നോക്കാം. ഖുറൈശികൾ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ആരാധ്യ കാര്യത്തെ സംബന്ധിച്ച്, ആരാധന വിഷയത്തെ സംബന്ധിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിക്കൂടെ എന്ന് ചോദിച്ച അവസരത്തിലാണല്ലോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാ രീതി ഞങ്ങൾക്കില്ല, എനിക്കില്ല. നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിനെ ഞാൻ ആരാധിക്കുകയില്ല. എന്റെ ദൈവത്തെയാണ്, അള്ളാഹുവിനെയാണ്, ലോക സൃഷ്ടാവിനെയാണ് മനുഷ്യരൊക്കെ ആരാധിക്കേണ്ടത്. ആ നിലക്കുള്ള ഒരു കാര്യമല്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റിനും പ്രശ്നങ്ങൾ അവസാനിക്കണല്ലോ, നാട്ടിൽ സമാധാനം ഉണ്ടാകണല്ലോ എന്ന് വിചാരിച്ച് ഒരു നിലക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിന് നബി തയ്യാറായില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ നിലപാടാണ് ഇബാദത്തിന്റെ കാര്യത്തിലും വിശ്വാസ കാര്യങ്ങളിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത്. എന്നിട്ടും ഓണാഘോഷം കഴിഞ്ഞു, നമ്മളൊക്കെ എവിടെയായിരുന്നു? എന്തായിരുന്നു നമ്മളുടെ മുസ്ലിം സമുദായവും ഓണാഘോഷവുമായ വിഷയങ്ങൾ എന്ന് പരിശോധിച്ചു നോക്കിയാൽ ഓരോ വർഷവും അതിനോടുള്ള മുസ്ലിങ്ങളുടെ മത നിരപേക്ഷത, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള മതപരമായ കൂട്ടായ്മയുടെ സൗഹാർദ്ദത്തിന്റെ പേരിലും മുസ്ലിം കുട്ടികളും യുവതികളും ഒക്കെ കാണിച്ചു കൂട്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ എവിടെ എത്തി എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ലജ്ജ തോന്നുകയാണ്. പൂക്കള മത്സരം നടത്തുന്നു, നിവേദ്യ പരിപാടികളിൽ പങ്കെടുക്കുന്നു, നൃത്യങ്ങളുമായി ആ പൂക്കളത്തിന് ചുറ്റും കൈമുട്ടിപ്പാടുകയും ആടുകയും രസിക്കുകയും അന്യരായ ആളുകളുടെ കൂടെ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത അന്യ സമുദായക്കാരായ ആൾക്കാരുടെ കൂടെ പർദ്ദയും മക്കരയും ഒക്കെ ഇട്ടുകൊണ്ട് പാടി രസിച്ച് ആനന്ദിച്ച് തുള്ളിച്ചാടുന്ന, ഡാൻസ് കളിക്കുന്ന ഏർപ്പാടിലേക്ക് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകൾ എത്തിയിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പൂജാ ഭക്ഷണം ഒരു പ്രശ്നവുമല്ല ആർക്കും. അത്
ഏതെങ്കിലും ആരാധനാലയത്തിൽ നിന്ന് അവർ പൂജിച്ചു കൊണ്ടുവരുന്ന പ്രസാദങ്ങളോ അരവണയോ അതുപോലെയുള്ള വസ്തുക്കളോ ആണെങ്കിൽ ഭക്ഷണമല്ലേ, പായസമല്ലേ എന്ന നിലയിൽ അത് കഴിക്കുന്നതിന് വിരോധമില്ല എന്നിടത്തും അത് സുഖസുന്ദരമായി കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. പലർക്കും ജയന്തികളുണ്ട്. ആ സമുദായത്തിന്റെ ജയന്തിക്കനുസരിച്ച് നബി ജയന്തി നടത്താൻ നമ്മളും തയ്യാറാവുകയാണ്. അവർക്ക് നിശ്ചല ദൃശ്യങ്ങള്, ടാബ്ലോകൾ അവർ അവതരിപ്പിക്കുന്നു. വാഹനങ്ങളിൽ അവരുടെ മരിച്ചുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന അവരുടെ ദൈവങ്ങളുടെ ഉണ്ണി ദൈവങ്ങളെ അവർ സമർപ്പിക്കുന്നു. എങ്കിൽ ബാലനബിയായിക്കൊണ്ട് നമ്മളുടെ നബിയെ ഒട്ടകപ്പുറത്തിരുത്തി ഒരു പൈതലിന്റെ കയ്യിൽ വാളും കൊടുത്ത് ആചരിക്കുന്ന ആചാരം ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവുമൊക്കെ പല പ്രദേശങ്ങളിലും അരങ്ങേറിയിട്ടില്ലേ? അവർക്ക് ചില ആളുകൾക്ക് പുൽക്കൂടുകൾ ഉണ്ടാക്കി ആ പുൽക്കൂടുകൾക്കുള്ളിൽ ഉണ്ണിയേശുവിനെ സമർപ്പിക്കുന്ന സന്ദേശം ലോകത്തെ അവർ കാഴ്ചവെക്കുമ്പോൾ അവരോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളും പുൽക്കൂടുകൾ ഉണ്ടാക്കിയിട്ടില്ലേ? എന്നിട്ട് അത് പ്രത്യേകമായ വാഹനത്തിൽ കയറ്റി നാട് നീളെ ചുറ്റി ഇങ്കുലാബ് വിളിച്ച് അല്ലെങ്കിൽ മദ്ഹ് ഗാനങ്ങൾ ആലപിച്ച് ദഫുമുട്ടോടുകൂടി ആ പ്രദർശനം നടത്തിയിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പ്രതീകാത്മകമായ നിലയിൽ കഅബയെ ഒരു പ്രത്യേകമായ വണ്ടിയിൽ സജ്ജീകരിച്ച് കഅബയുടെ രൂപമുണ്ടാക്കി അത് നാട് നീളെ ഈ റാലിക്കിടയിൽ പ്രദർശിപ്പിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴും പല പള്ളികളിൽ നിന്നും ഒരു പള്ളിയിൽ നിന്ന് അവിടെ നടക്കുന്ന നേർച്ചയും കാര്യങ്ങളും ഒക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കെ അവർ മുസ്ലിംകളിൽപ്പെട്ട ആളുകൾ വാഴക്കുലയും ആടും കോഴികളുമായി മനസ്സിലാകുന്ന റോട്ടിലൂടെ അടുത്ത കേന്ദ്രത്തിലേക്ക്, അത് മുസ്ലിം കേന്ദ്രമായാലും തിരക്കുകളില്ല, അല്ലാത്ത കേന്ദ്രങ്ങൾ എന്ന പേരുള്ളതായാലും തിരക്കുകളില്ല, അവിടേക്ക് നിവേദ്യങ്ങളായി സമർപ്പിക്കാൻ തക്ബീറും ചൊല്ലി കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമ്മളുടെ മുമ്പിലില്ലേ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇനി എന്താ വേണ്ടത്? ഒരു സമുദായത്തിന്റെ ആചാരം സ്വീകരിച്ച് അവരുടെ ഏർപ്പാടുകളുമായി നടക്കുന്നവൻ അവൻ അതിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മളൊക്കെ കേട്ട ഒരു ഹദീസാണല്ലോ, കഴിഞ്ഞ മുൻകാല സമുദായത്തിന്റെ ആചാരം നിങ്ങൾ പിൻപറ്റുമെന്ന്. പക്ഷേ അതിന്റെ അവസാനത്തിൽ ഒരു വാചകമുണ്ട്, ഹത്താ ലൗ ദഖലൂഹു ഫീ ജുഹറ ലുബ്ബിൻ ലദഖൽതുമൂഹു. പോരിശയുടെ പേരില്, ബർക്കത്തിന്റെ പേരില് ഒരു ഉടമ്പിന്റെ മാളത്തിന് പോരിശുണ്ട് എന്ന് കേട്ടാൽ കുറച്ചൊക്കെ നിങ്ങൾ നോക്കി നിൽക്കും, നിങ്ങളും അതിൽ പ്രവേശിക്കും. ചിന്തിച്ചു നോക്ക്, എവിടെയാണ് നമ്മുടെ സമുദായം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിദ്വാൻ ഹുദൈബിയ സന്ധി നടന്ന മരം, ആ മരത്തിന്റെ ആളുകൾ അവിടെ ബർക്കത്തെടുക്കാൻ പോയിരിക്കുന്ന വിവരം കിട്ടിയപ്പോൾ ആ മരത്തിന്റെ വേരടക്കം വീഴ്തെറിഞ്ഞു. എന്തിനാ? അള്ളാഹു ബർക്കത്ത് കൽപ്പിക്കാത്തതിന് ബർക്കത്ത് കൽപ്പിച്ചതിന്റെ പേരിൽ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേറെ സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മുന്നറിയിപ്പ് നൽകിയിട്ടും നമ്മളിപ്പോഴും അതേ രൂപത്തിൽ തന്നെയാണ്. ചിലർക്കൊക്കെ കുറെ ആളുകൾക്കുള്ള സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷ്യപദാർത്ഥമല്ലേ എന്ന നിലപാടിൽ അതിന്റെ ചോറിനോടും അതിന്റെ പായസത്തിനോടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോടുമുള്ള സമീപനം കാണാം. മാംസാദികളാകട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, വലാ തഅകുലു മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹ്. അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തത് നിങ്ങൾ ഭക്ഷിക്കരുത്. ഇതിന്റെ വിശദീകരണത്തിൽ വളരെ കൃത്യമായും ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം പറഞ്ഞിരിക്കുന്നത്, ഹമല ശാഫിഈ അൽ ആയത്തുൽ കരീമ വലാ തഅകുലു മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, അലാമാദു ബിഹലി ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, നാമം ഉച്ചരിക്കപ്പെട്ടത്. ഖുർആൻ പറയുന്നു, അതിന്റെ ശേഷം കാണാം, വഇന്നഹു ലഫിസ്ഖുൻ,
അത് ദുഷ്ടതയാണ്, തെറ്റാണ്, അധർമ്മമാണ്. ഫീ ഹാലി കൗനിഹി ഫിസ്ഖ, അത് ഭക്ഷിക്കുക എന്നത് അധർമ്മമായതിനാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഖാല ഹിയൽ മൈത, അത് ശവമാണ് എന്നാണ്. വമാ ദുബിഹ ലിഗൈരില്ലാ എന്നതിന് പണ്ഡിതന്മാർ മുഫസ്സിറുകളും വിശദീകരണം കൊടുത്തിരിക്കുന്നത് എന്താ? മാ ദുബിഹ ലിൽ ജിന്നി, ജിന്നിനു വേണ്ടി അറുക്കപ്പെട്ടത്, വൽ മലായിക, മലക്കുകൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, വൽ അസ്നാം, ബിംബങ്ങൾക്ക് വേണ്ടി, വലിൽ അംബിയ, പ്രവാചകന്മാർക്ക്, സുലൈമാൻ നബിക്ക് വേണ്ടി അറുക്കുന്ന സമ്പ്രദായം പല നാടുകളിൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറുക്കുന്നില്ലേ, മുഹൈദ്ദീൻ ശൈഖിന്റെ പേരിൽ അറുക്കുന്നില്ലേ, ഔലി അലിയിൻ, അലിയുള്ളാഹിന്റെ പേരിൽ ഷിയാക്കള്, ഹുസൈനുള്ളാഹിന്റെ പേരിൽ ഷിയാക്കള്, അല്ലെങ്കിൽ ആ ഔലിയാക്കളുടെ പേരിൽ. ഇതൊക്കെ തന്നെയും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ഭക്ഷിക്കുക എന്നത് പാടില്ല. മാത്രമല്ല, ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായ കാര്യം, ഈ ആയത്തിന്റെ ശേഷമുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ഫഇൻ അതഅതുഹും ഇന്നകും ലമുശ്രികൂൻ ലിജാദിലുകും ബിഹി ഫഇൻ അതഅതുഹും ഇന്നകും ലമുശ്രികൂൻ എന്ന പിശാച് അവന്റെ മിത്രങ്ങളായ കൂട്ടാളികളോക്ക് ദുർബോധനം നടത്തും, നിങ്ങളോട് തർക്കിക്കും. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ ദുഖ്റുഫൽ ഖൗലി ഖുറൂറ, നല്ല സുഖസുന്ദരമായ വർത്തമാനങ്ങൾ പറഞ്ഞ് വഞ്ചനയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സംസാരത്തിലൂടെ അവൻ നിങ്ങളെ, തീർച്ചയായും ഇത് ശരിയാണ്, ചോറിനെന്താ കുഴപ്പം, മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് എന്താണ് കുഴപ്പം, പായസത്തിന് എന്താ കുഴപ്പം, അതിന് വല്ല തെറ്റുണ്ടോ? എന്റെ ഭാര്യ വീട്ടില് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പം പോയപ്പം ഞാൻ അതിൽ പങ്കെടുത്തിട്ടില്ല, കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ന്യായം പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇത് തീർച്ചയായും അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിലുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു കാരണവശാലും നമുക്കത് ഭക്ഷിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ പണ്ഡിതന്മാർ ന്യായീകരിക്കാറുണ്ട്. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നല്ലോ. കുരിശുമാലയും തൂക്കി നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയുമായി ക്രിസ്തീയ വിഷയത്തെ സംബന്ധിച്ചും ഇസ്ലാമിക കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ സംവാദങ്ങൾ മാന്യമായ നിലയിൽ നടത്തി. ആ ഘട്ടത്തിൽ നബി ആയത്തോതി, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ആ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകളും ജൂതന്മാരായ ആളുകളും അവരുടെ പണ്ഡിത പുരോഹിതന്മാരെയും നേതാക്കളെയും ഒക്കെ തന്നെ അവർ എന്താക്കി മാറ്റി? അള്ളാഹു അല്ലാത്ത റബ്ബുകളാക്കി. അപ്പോൾ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ആയത്തും അതിന്റെ വിശദീകരണമാണ്. ഖാല അദിയുൻ മാ അബദൂഹും, അദിയല്ലാഹു പറഞ്ഞതാ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, അവരെ ആരാധിക്കുന്നില്ല നബിയെ. ഫഖാല നബിയു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഇന്നഹും അഹല്ലു ലഹുമുൽ ഹറാമ വഹറമു അലൈഹിമുൽ ഹലാല, അവർ ഹറാമായ കാര്യങ്ങളെ ഹലാലാക്കി അപ്പണ്ഡിതന്മാർ ആളുകളോട് പറയൂലേ? പറയും. അതേപോലെ തന്നെ നേരെ മറിച്ചും അള്ളാഹു ഹലാലാക്കിയതിനെ അവർ ഹറാമാണ് എന്ന നിലക്കും പറയും. അതുകൊണ്ട് ഫത്തബഊഹും, അവർ ആ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് അവരെ പിൻപറ്റി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫദാലിക ഇബാദത്തുഹും, അതവർക്കുള്ള ഇബാദത്താണ് എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര ആയത്തുകളാണ്, ഹദീസുകളാണ് ഈ വിഷയത്തിൽ കള്ളത്തരത്തിൽ ജനങ്ങളെ നബിദിന റാലിക്കും നബിദിനത്തിനും തെളിവായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരു ദിവസത്തെ ഇബാദത്തുകളിൽ വളരെ കൃത്യത പാലിക്കുന്നവരായിരുന്നു. അവര് വളരെ കൃത്യമായ ദുഹാ നമസ്കാരം നടത്തിയവരാണ്. അവര് നബി പറഞ്ഞിരിക്കുന്ന എല്ലാ സുന്നത്തുകളും കൃത്യമായി ചെയ്തവരാണ്, ഫർളുകൾ ചെയ്തവരാണ്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലമത്രയും റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടും നബിക്കത് പരിചയമില്ല, സഹാബത്തിനും പരിചയമില്ല, നബിക്ക് ശേഷമുള്ളവർക്കും പരിചയമില്ല. അഇമ്മത്ത്
4 ഇമാമിങ്ങൾ എന്നറിയുന്നവർക്ക് അറിയപ്പെടുന്ന ഇമാമുകളായ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും പരിചയമില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവര് ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. എത്ര ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. അവര് തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുക, നിയമങ്ങൾ എഴുതിയുണ്ടാക്കുക, എന്നിട്ട് അള്ളാന്റെ അടുക്കുന്നാന്ന് ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. ഇവന്മാരൊക്കെ ഈ ആളുകളൊക്കെ സമ്പാദിക്കുന്ന സമ്പാദ്യം എത്ര ചീത്തയാണ്, അവരെഴുതിയുണ്ടാക്കുന്നത് എത്ര മോശമാണ്. ഖുർആൻ ചിന്തിച്ചു നോക്ക്. അതല്ലേ ഇന്ന് കൃത്യമായും ഇത്തരം കാര്യങ്ങൾക്ക് തെളിവായി സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു കൃത്യമായും ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലന്നാസ് ഉൽമാ. പണ്ഡിത പുരോഹിതന്മാരിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിന്റെ ദീനും വിശ്വസിച്ച് ആമനു എന്നാ പ്രയോഗിക്കും, മുഅ്മിനുകളെ. ആ പണ്ഡിത പുരോഹിതന്മാരിൽ നിന്ന് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഹറാമ് ഹലാലാക്കുമെന്നും ബിദ്അത്ത് പോലെയുള്ള കാര്യങ്ങളെ സുന്നത്താക്കുമെന്നും ഒക്കെ പറഞ്ഞുള്ള നിലപാട് അത് ഇതുമായി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തെല്ലാം തെളിവുകളില്ലാത്ത തെളിവുകൾ കൊണ്ടാണ് ഇപ്പറഞ്ഞ കാര്യത്തിന് നബിദിന റാലിക്കോ അന്നത്തെ മദ്ഹ് ഗാനങ്ങൾക്കോ അന്നത്തെ ഏർപ്പാടുകൾക്കോ തെളിവുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹു കൃത്യമായും വൽ ആമിലീന അലൈഹ എന്ന് സക്കാത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, ആ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ കളക്ട് ചെയ്ത് സക്കാത്ത് കൊടുക്കണം, സംഘടിതമാകണമെന്ന്. ഇതുവരെ സമ്മതിക്കോ? ഇല്ല. അവിടെ 1000 ന്യായങ്ങൾ അവതരിപ്പിച്ച് ഹറാമാക്കുന്ന അവസ്ഥയിലേക്ക്, ഹലാലിനെ ഹറാമാക്കുന്ന അവസ്ഥയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മാലോകത്തിന് റഹ്മത്തായിട്ടാണ് താങ്കളെ അയച്ചിരിക്കുന്നത് എന്ന വശം നബിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത്തിബാ ഉണ്ടാവുക. പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റുമ്പോൾ പരിശുദ്ധ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അത് ശരിയാണോ എന്ന് ഒരു നിമിഷം നമ്മൾ ആലോചിക്കണം. കാരണം റബ്ബന അളല്ലന സാദതന വകുബറാഅന, പടച്ചോനെ ഞങ്ങളുടെ നേതാക്കന്മാര്, ഞങ്ങളുടെ പണ്ഡിതന്മാര് അവരാണ് ഞങ്ങളെ വഴി പിഴപ്പിച്ചത് എന്ന് പറയുമ്പോൾ, അവർക്ക് ഇരട്ടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോ പരലോകത്ത് എന്നാ അവർക്കേണ്ട ശിക്ഷ എന്നാണോ അല്ലാഹു പറയുന്നത്? അല്ല, മറിച്ച് പിൻപറ്റിയത് ആരൊക്കെയാണോ, വിദ്യാർത്ഥികൾ ആരൊക്കെ ചെയ്തോ അവരൊക്കെ തന്നെയും ഫസുഹഖൻ, മടങ്ങിപ്പോകാൻ പോ എന്ന് ആട്ടി വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ഹൗദുൽ കൗസർ നൽകണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള തീരുമാനം എടുപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ബിദ്അത്തുകളിൽ ഉൾപ്പെടാതെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ പെടാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് വസീകും സാനിയം വ ഇയ്യായ തഖ്വല്ലാഹ്. ബഹുമാന്യ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഇത്തരം ഭക്ഷണങ്ങൾ, ഒന്ന് ഇത്തഖൂ മവാഖിഅത്തുഹും, തെറ്റിദ്ധാരണക്ക് ഇടയുള്ള ആ വശം നിങ്ങൾ സൂക്ഷിക്കണം. അത് അന്യമതസ്ഥരായ ആളുകൾ നൽകുന്ന ഭക്ഷണം അത് തീർച്ചയായും
നമ്മൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പൂജാഭക്ഷണമല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. കാരണം അതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്. എത്ര വരെ എന്ന് ചോദിച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അദ്ദേഹത്തിന് കൊണ്ടുവന്ന ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് തന്ന ആളോട് ചോദിക്കുകയാണ്. അപ്പൊ അത് സിഹ്ർ ചെയ്തിട്ട് കിട്ടിയ ഭക്ഷണമാണ്, ജ്യോത്സ്യപ്പണി എടുത്തിട്ട് കിട്ടിയ ഭക്ഷണമാണ് എന്നറിഞ്ഞപ്പോൾ വായിൽ വിരലിടിച്ച് ഛർദ്ദിക്കുക ചെയ്തു. ആ രൂപത്തിൽ അതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ലാ തആവനു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യവും തഖ്വയുമായ കാര്യത്തിൽ സഹകരിക്കും. വലാ തആവനു, നിങ്ങൾ സഹകരിക്കരുത്, അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റും കുറ്റകരവുമായ കാര്യത്തിൽ. ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ് അദ്ദേഹത്തിന്റെ ഒരു വാചകം നമുക്ക് കാണാം, മൻ വഖറ സാഹിബൽ ബിദ്അഹ് ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ബിദ്അത്തിന്റെ കാര്യത്തിൽ സഹകരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അതുമായി ഏർപ്പാടിൽ ഏർപ്പെട്ടുകൊണ്ട് അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ, ആരെങ്കിലും അത് അംഗീകരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അതിനെ തകർക്കുന്ന പ്രവർത്തനത്തിൽ അയാൾ സഹായിച്ചു. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായ വശം. ദീനിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. നമുക്ക് നമ്മളുടെ വിശ്വാസത്തിന് അനുസരിച്ചുള്ള ജീവിതമാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. നാട്ടിലെ ആളുകളുടെ തൃപ്തി സമ്പാദിക്കലല്ല നമ്മളുടെ ലക്ഷ്യം. കൃത്യമായും നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ അത്തരം മറ്റുള്ള ആളുകളുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൽ ശിർക്ക് കലരാതിരിക്കാനും ബിദ്അത്തുകൾക്ക് സഹായം ചെയ്യുന്നവരാകാതിരിക്കാനും പരമാവധി ശ്രദ്ധിക്കുകയും കൃത്യമായും അതിൽ അള്ളാഹു നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ദഅവത്ത് രംഗം സജീവമാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ കളക്ഷൻ യൂണിറ്റിലെ ദഅവ ഫണ്ടിന് വേണ്ടിയിട്ടാണ്. ആ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ഇത്തരം അവസരങ്ങൾ ഒരു സന്തോഷകരമായ കാര്യമായി മനസ്സിലാക്കി കഴിയുന്നത് അതിൽ സംഭാവന ചെയ്തുകൊണ്ട് ആ നിലക്ക് മുന്നേറണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ മഹത്തായ ഫضل കൊണ്ട് ദീനുൽ ഇസ്ലാമിലെ അടിയുറച്ച് ജീവിക്കുവാനും കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകുന്നതിൽ പെടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ ലനാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.